ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. ഹരി ഓം. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ 32ാമത്തെ ശ്ലോകം വരെ കണ്ടു. 33ാമത്തെ ശ്ലോകം. സ്മരം യോനിം ലക്ഷ്മീം ത്രിദയമിദമാദോ തവ മനോർ നിധായേകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണിഗുണനിബന്ധാക്ഷവലയാത് ശിവാഗ്നോ ജുഹന്ത സുരഭികൃതധാരാഹുദിശദേഹേ. പദച്ഛേദം ചെയ്യാം. സ്മരം യോനിം ലക്ഷ്മി ത്രിദയമിദം ആദോ തവ മനോഹ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാഃ ഭജന്തി ത്വാം ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാഃ ശിവാഗ്നോ ജുഹ്വന്തഃ സുരഭിഗൃധധാരാഹുദിശതൈഃ. ഹേ പദാർത്ഥം പറയാം. ഹേ നിത്യേ, അല്ലയോ ആദ്യന്തരഹിതയായ ദേവി. ദേവിക്ക് ആദിയുമില്ല അന്തവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യ അന്തരഹിതയായ ദേവി. തവ നിന്തിരുവടിയുടെ മനോഹ മന്ത്രത്തിൻ്റെ ആദവും ആദിയിൽ സ്മരം കാമരാജബീജത്തെ, യോനിം ഭുവനേശ്വരി ബീജത്തെയും ലക്ഷ്മി ശ്രീബീജത്തെയും ഇതം ത്രിതയ ഇങ്ങനെ 3 ബീജാക്ഷരങ്ങളെ നിധായ ചേർത്തിട്ട് നിരവധി മഹാഭോഗരസികാഹ അളവറ്റതായ നിത്യജ്ഞാനാനന്ദാനുഭവരസത്തെ അറിയുന്നവരായ ഏകേ ചില സാധകന്മാർ. അതായത് ഇവിടെ പറയുന്നത് പരമയോഗീശ്വരന്മാർ എന്ന്. ഇതൊക്കെ അറിയണ്ടെങ്കിൽ ഒരു യോഗിയുടെ തലത്തിലെത്തണം എന്ന് സാരം. ആ ചില സാധകന്മാർ ചിന്താമണി ഗുണനിബന്ധാക്ഷവലയാഹ ചിന്താരത്നമണികൾ കോർത്തുണ്ടാക്കിയ ജപമാലയോട് കൂടിയവരായിട്ട് ശിവാഗ്നോ സംസ്കരിക്കപ്പെട്ടതായ ശക്തിരൂപ ത്രികോണാഗ്നിയിൽ സുരഭി ഘൃതധാരാ ഹുദിശദേഹി. സുരഭി പറഞ്ഞ കാമധേനു, ഘൃതം പറഞ്ഞ നെയ്യ്. സുരഭി ഘൃതധാര ആഹൂദിശദേഹി കാമധേനുവിൻ്റെ നെയ്യ് കൊണ്ടുള്ള ആഹൂതി പരമ്പരകളെ കൊണ്ട് ആഹൂതി ചെയ്യപ്പെട്ടിട്ട് ജുഹന്തഹ ഹോമാനുഷ്ഠാനം ചെയ്യുന്നവരായിട്ട് ത്വാം നിന്തിരുവടിയെ ഭജന്തി ഭജിക്കുന്നു ഉപാസിക്കുന്നു എന്ന് പറയുന്നു. ഇത് തന്ത്രമായി ബന്ധപ്പെട്ട ശ്ലോകമാണ്. താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഐ, ഹ്രീ, ശ്രീ എന്നിങ്ങനെയുള്ള ബീജാക്ഷരങ്ങളെ പറ്റിയുള്ള ഗൂഢമായ തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ ഭാഗത്തൊന്നും പോകുന്നില്ല. അതൊക്കെ ഒരു ഗുരു സന്നിധിയിൽ നിന്ന് ഗുരുപാദത്തിലിരുന്ന് അഭ്യസിക്കേണ്ട വിദ്യകളാണിത്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഉപാസിക്കാൻ പറ്റിയ രീതിയിൽ മാത്രം ഇവിടെ പറയാം. അല്ലയോ ആദ്യന്തവിഹീനയായ, അതായത് ആദ്യമില്ല അന്തവും ഇല്ലാതെ ആദ്യന്തവിഹീനയായ മഹാദേവി, നിത്യജ്ഞാനാനന്ദാനുഭവരസത്തെ അറിയുന്ന ചില ഭക്തന്മാർ, അതായത് സാധകന്മാർ നിന്തിരുവടിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ, ഭഗവതിയുടെ മന്ത്രത്തിൻ്റെ ആദിയിൽ കാമരാജബീജം
ഭുവനേശ്വരി ബീജം, ശ്രീബീജം, അത് ലക്ഷ്മി, ശ്രീ പറഞ്ഞ ലക്ഷ്മിയാണ്, എന്നീ 3 ബീജാക്ഷരങ്ങളെ യോജിപ്പിച്ചിട്ട് ചിന്താരത്ന സമൂഹങ്ങളാലുണ്ടാക്കപ്പെട്ട ജപമാലയെ ധരിച്ചുകൊണ്ട് ശക്തിരൂപ ത്രികോണത്തിൽ സംസ്കരിക്കപ്പെട്ട അഗ്നിയിൽ കാമധേനുവിൻ്റെ നെയ് കൊണ്ടുള്ള അനവധി ആഹൂതികളാൽ ഹോമാനുഷ്ഠാനം ചെയ്യുന്നവരായിട്ട് നിന്തിരുവടിയെ ഭജിക്കുന്നു, ഉപാസിക്കുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ തത്വം പറയാമെന്ന് പറഞ്ഞാൽ സമയികൾ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് പൂജ ചെയ്യുന്നവരാണ്, അതായത് ഹൃദയത്തിൽ. സമയികൾക്ക് മന്ത്രത്തിൻ്റെ പുരസ്ചരണമില്ല, ജപവുമില്ല, ബാഹ്യഹോമവുമില്ല, അപ്രകാരം ബാഹ്യപൂജാ വിധികളും ഇല്ല. അനുഷ്ഠാനങ്ങളെല്ലാം ഹൃദയകമലത്തിൽ തന്നെയാകുന്നു. അങ്ങനെ അവരെ പറയാം സമയികൾ എന്നാണ്. ഈ സംഗതി ജപോജൽപശില്പം എന്ന ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ കുറഞ്ഞൊന്ന് വിശദീകരിച്ചിട്ടുണ്ട് സമയികളെ പറ്റി. ശിഷ്ടമുള്ളത് തവാജ്ഞാചക്രസ്ഥം എന്ന 36-ാം ശ്ലോകത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന 36-ാം ശ്ലോകത്തിലും ബാക്കിയുള്ളത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം സമയികളൊക്കെ ഹൃദയകമലത്തിലാണ് ഭഗവതിയെ പൂജിക്കുന്നത് എന്നാണ് സാരം. അപ്പം നമ്മൾക്കും ഹൃദയകമലത്തിൽ ഭഗവതിയെ ഉപാസിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. കായേന വാച മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.